ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങൊക്കെ കാണിക്കാൻ വന്ന നെറ്റ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നെറ്റ് ക്ലോത്തില്ലേ, നെറ്റ് ക്ലോത്ത് പല വിധത്തിലുണ്ട്. ഇതുപോലത്തെ ക്ലോത്ത് എടുക്കണം. അതായത് ഡ്രസ്സിൻ്റെ അടിയിലൊക്കെ നെറ്റ് പൊങ്ങി നിൽക്കാൻ ഒരു നെറ്റ് വെക്കുമല്ലോ, പ്ലെയിൻ ആയിട്ടുള്ള അങ്ങനത്തെ നെറ്റ് എടുക്കണം. അല്ലാതെ നെറ്റ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഡിസൈൻ വരുന്ന നെറ്റ് ക്ലോത്ത് എല്ലാം ഉണ്ട്. അതല്ലാതെ ഇതുപോലത്തെ ഒരു ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊണ്ട് ചെറിയൊരു ഉപകാരം ഇതിനെക്കൊണ്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ കയ്യിൽ നെറ്റ് ക്ലോത്ത് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലും സിബ് വെച്ച് പിടിപ്പിക്കുക. രണ്ടറ്റത്തും കൂടി സിബ് വെച്ച് പിടിപ്പിക്കുക. അത്രേ പണിയുള്ളൂ. എന്നിട്ട് രണ്ട് സൈഡും കൂട്ടി തയ്ക്കുക. ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ, നമ്മൾ വാഷിംഗ് മെഷീനിൽ ഷോക്സ്, ചെറിയ ചെറിയ ഹെയർ ക്ലിപ്പ്, റബ്ബർ ബാൻഡെല്ലാം ഉണ്ടാവില്ല ചെറിയ, അതൊക്കെ വാഷ് ചെയ്യാൻ ഇടുന്നുണ്ടെങ്കിൽ ഇതിലോട്ടേക്ക് ഇങ്ങോട്ട് നേരെ കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതി. അപ്പം അത് എവിടെയും കാണാതാവുകയും ചെയ്യില്ല. എന്തിൻ്റെ കൂട്ടത്തിൽ പോവില്ല ഈ ചെറിയ സംഭവങ്ങളെല്ലാം. അതൊന്നും സംഭവിക്കില്ല. പിന്നെ അതിന് പുറമെ എന്ന് വെച്ചാൽ ബ്രേസറില്ല. ബ്രേസർ നമ്മൾ മെഷീനിൽ ഇടുകയാണെങ്കിൽ മറ്റുള്ള ഡ്രസ്സിൻ്റെ കൂടെ അതിൻ്റെ സ്ട്രാപ്പ് കുടുങ്ങിയിട്ടൊക്കെ പോവില്ല. അതിനും ഇത് നല്ലതാണ്. ഇത് ബ്രേസർ ഇട്ടിട്ട് നേരെ കൊണ്ടുപോയിട്ട് അതിലങ്ങിട്ട് വാഷ് ചെയ്താൽ സ്ട്രാപ്പും ഒന്നും ആവില്ല, അതിന് ഡാമേജും വരില്ല, ഒന്നും ആവില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും വലുത് വേണമെങ്കിൽ വലുതാക്കാം കേട്ടോ, ചെറുത് വേണമെങ്കിൽ ചെറുതാക്കാം. നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. തുണി എങ്ങനെയാണ് ഉള്ളത് പോലെ. ഞാനിങ്ങനെ ഇത് കുറേ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഷോക്സ് ഇങ്ങനെ ക്ലിപ്പുകളൊക്കെ ഞാൻ ഇതിലിട്ടിട്ടാണ് വാഷ് ചെയ്യാറ്. അതുകൊണ്ട് എവിടെയും പോകില്ല, അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം നോക്ക്, നിങ്ങൾ വീട്ടിൽ നെറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്ക്. കണ്ട, ഞാൻ ക്ലിപ്പെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് നേരം കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിലൂടെ ഇട്ടോ. ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.